പ്രീതം കോട്ടാല് ആരായതാ എന്താ എങ്ങനെയാണെന്നൊന്നും ഞാനായിട്ട് നിങ്ങളെ പറഞ്ഞു പഠിപ്പിക്കേണ്ട യാതൊരു ആവശ്യമില്ല. ഇന്ത്യൻ സൂപ്പർ ലീഗ് കാണുന്ന എല്ലാവർക്കും അറിയാം, വളരെ കൺസിസ്റ്റൻസിയോടെ കുറെ അധികം കാലമായിട്ട് ഇന്ത്യൻ ഫുട്ബോളിനെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന താരങ്ങളിൽ ഒരാളാണ് പ്രീതം കോട്ടാല്. മോഹൻ ബഗാനെ കിരീടങ്ങളിലേക്ക് നയിച്ച ടൈറ്റിൽ വിന്നിംഗ് ക്യാപ്റ്റനായിട്ടുള്ള പ്രീതത്തിനെ ബ്ലാസ്റ്റേഴ്സിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് നമുക്കൊക്കെ പ്രതീക്ഷകൾ ഒരുപാടായിരുന്നു. ബംഗാൾ കടുവ മലയാളത്തിന്റെ മണ്ണിലേക്ക് എന്നൊക്കെ പറഞ്ഞ് എന്താ പറയുന്ന പുഷ്പയുടെ ട്രെയിലറൊക്കെ ഇട്ടിട്ടായിരുന്നു പ്രീതത്തിന്റെ സൈനിങ് അനൗൺസ് ചെയ്തത്. പക്ഷേ കടുവ ഇവിടെ വന്നപ്പോൾ പൂച്ചക്കുട്ടിയായി പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഞാൻ വില കുറച്ച് പറയുന്നതല്ല, പ്രീതം കുറച്ച് വിന്നിംഗ് മെന്റാലിറ്റി ഇൻഫ്യൂസ് ചെയ്യുമെന്നാണ് നമ്മളെല്ലാവരും കരുതുന്നത്. പക്ഷേ പ്രീതത്തിനെ കൊണ്ട് ഇവിടെ കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളത് വേദനിപ്പിക്കുന്ന സത്യമാണ്. പക്ഷേ ബ്ലാസ്റ്റേഴ്സിന്റെ ബുദ്ധിമാനായിട്ടുള്ള സ്പോർട്ടിംഗ് ഡയറക്ടർ നല്ലൊരു ഡീലിൽ കൂടി ചെന്നൈയിലേക്ക് ബ്ലാസ്റ്റേഴ്സിൽ നിന്നും പ്രീതത്തിനെ മറിച്ചു നൽകി. ചെന്നൈയിൽ എത്തിയ ശേഷവും കാര്യമായിട്ടൊന്നും ചെയ്യാൻ പ്രീതത്തിനെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല. ചെന്നൈയിലും അദ്ദേഹം നിരാശപ്പെടുന്ന പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചത് എന്നുള്ളത് പ്രത്യേകം എടുത്തു പറയണം. പക്ഷേ പുള്ളി ഇപ്പൊ മംഗളൂരുവിലേക്ക് പോവുകയാണ് എന്നാണ് പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകളൊക്കെ സൂചിപ്പിക്കുന്നത്. അതിശക്തമായിട്ടുള്ള റൂമറുകൾ പുള്ളിയെ ബാംഗ്ലൂരുമായിട്ട് ലിങ്ക് ചെയ്ത് പുറത്തേക്ക് വരുന്നുണ്ട്. ഈ പഴയ പടക്കുതിരകൾ ബംഗളൂരുവിലേക്ക് എത്തുമ്പോൾ അവരുടെ വീര്യം വർദ്ധിക്കുന്ന ഒരു കാഴ്ച നമ്മൾ ഒരുപാട് തവണ കണ്ടതാണ്. മറ്റുള്ള ക്ലബ്ബുകൾ വേണ്ട ഒഴിവാക്കുന്ന സീനിയർ പ്ലേയേഴ്സ് ബംഗളൂരുവിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവരുടെ ഒരു ഫോം അങ്ങ് കത്തിജ്വലിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. ATKയിൽ കണ്ട ആ പഴയ ക്യാപ്റ്റൻ എന്താണ് ഗിവൺ അപ്പ് മെന്റാലിറ്റി തീരെ ഇല്ലാത്ത പ്രീതത്തിനെ ബംഗളൂരുവിലെ കഴുകന്മാർക്കൊപ്പം വീണ്ടും കിട്ടുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പോൾ കുറെ ദിവസമായിട്ട് വീഡിയോ ഒന്നും ചെയ്യായിരുന്നു, എവിടെയാണ് എങ്ങനെയാണ് എന്നൊക്കെ കുറെ ആളുകൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും. എങ്ങനെയാണ് എപ്പോഴാണ് എന്നൊന്നും അറിയത്തില്ല. പിന്നെ ഇവിടെ ഒറ്റ പോലെ കണ്ടനൊക്കെ നമ്മൾ ഡെലിവർ ചെയ്യും.